ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു പരിപ്പും തക്കാളിയും വെച്ചിട്ടുള്ള ഒരു കറിയായിട്ടാണ്. പരിപ്പും തക്കാളിയും ഞാൻ ഇന്നാളൊരു ദിവസം വെച്ചു. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ ആക്കുമ്പോൾ അത് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിപ്പെല്ലാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി മുറിച്ചിടാം. പരിപ്പിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ തക്കാളി മുറിച്ചിടുന്നത്. തക്കാളി കഴുകട്ടെ. എന്നിട്ട് ഞാൻ അതിലേക്ക് മുറിച്ചിടാം. അപ്പം ഇതാ പരിപ്പിൻ്റെ കൂടെ തന്നെ തക്കാളി മുറിച്ചിടുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും ഇത്രയായിട്ട് മഞ്ഞളും മുളകും ഇട്ടിട്ട് അടുപ്പത്ത് വെക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അരക്കാനുള്ളത്. കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, കുറച്ച് മുളക് പൊടി, ഇത് മൂന്നും ചേർത്തിട്ടാണ് ഞാൻ തേങ്ങ അരക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേവിക്കാം. വേവിച്ചതിൻ്റെ ശേഷം ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. അതിൽ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ആക്കുന്നത്. നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ആ തേങ്ങ അരച്ചെടുത്തിട്ട് വരുന്നു. അപ്പോൾ എത്രയാണോ നമുക്ക് എരിവ് ആവശ്യമുള്ളത് അത്രയും നമുക്ക് എടുക്കും. അപ്പോൾ കുക്കറിലായതുകൊണ്ട് നമുക്ക് ഉപ്പും ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം. ചട്ടിയിലാണെങ്കിൽ നമുക്ക് പരിപ്പ് വെന്തതിൻ്റെ ശേഷമല്ലേ ഇടാൻ പറ്റൂ. അപ്പോൾ കുക്കറിലായതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇനി ഞാൻ ഈ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കും. ഇപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം. അപ്പോൾ അതവിടെ നാവട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ കുറച്ച് ജീരകം ഇട്ട് വെക്കുന്നുണ്ട്. തേങ്ങ അരക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് അരക്കുന്നത്. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് വരാം ഗൈസ്. എന്നിട്ട് നമുക്ക് കാണാം. അടുത്ത വീട്ടിൽ നിന്ന് അലക്കുന്ന ഒച്ചയാണ് നിങ്ങൾ കേൾക്കുന്നത്. അതെപ്പോൾ ഉണ്ടാവും. ഞാൻ ഈ സമയത്ത് വീഡിയോ പിടിക്കുമ്പോൾ അവരെ അലക്കുന്ന ടൈമാണിത്. അപ്പം എന്തായാലും കേൾക്കാണ്ടിരിക്കില്ല. ഒരു മ്യൂസിക് പോലെ എന്തായാലും അതുണ്ടാവും. അപ്പോൾ ഗൈസ് ഇതാ മൂന്നാമത്തെ വിസിലും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുക്കർ ഓഫാക്കും. അപ്പോൾ ഇനി കുക്കർ ഓഫാക്കാം. ഇനി അതിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം എന്തുണ്ട് നമ്മളെ പരിപ്പ് തക്കാളിയെല്ലാം റെഡിയായോ എന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് കൊണ്ടുവന്ന് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് എല്ലാം വെന്ത് നല്ല കണ്ടീഷനായിട്ടുണ്ട്. പരിപ്പും തക്കാളിയും എല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഉപ്പെല്ലാം ഞാൻ ഇട്ടതാണല്ലോ. അപ്പം ഞാൻ തേങ്ങ അരച്ച് വെച്ചത് അതിലേക്ക് ഒഴിക്കട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് അത് തിളപ്പിച്ച് അതിനൊരു വറവും കൂടി കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപ്പ് തക്കാളിക്കറി അവിടെ റെഡിയായി.
ഇതാ കണ്ട, ഒരുപാട് വെള്ളമാക്കുന്നില്ല. ഇപ്പോൾ അരച്ച ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം. അത്രയേ ഒഴിക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല ഞാൻ. കറി കുറച്ചെടുത്ത് എന്നിട്ട് അത് വെള്ളം ഇങ്ങനെ ഊറി നിൽക്കുന്നതിന് ചെയ്യുന്ന പരിപാടിയാണ്. ഇങ്ങനെ കറി കുറച്ച് കയ്യിലെടുത്ത് എന്നിട്ടാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പെല്ലാം കറക്റ്റ്. അപ്പോൾ ഗ്യാസ് കത്തിക്കട്ടെ. തിളക്കണമല്ലോ. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് കറിവേപ്പില ഇടുന്നില്ല. ബാക്കിയെല്ലാം ഓക്കെ. അപ്പോൾ കറി തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് വറുത്തിടാം. ഇതാ കണ്ടല്ലോ, കറി കാണുന്നുണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഇതാ എൻ്റെ കറി തിളക്കുന്നുണ്ട്. ഇതാ ഒരു ഇച്ചിരി പടി കറിവേപ്പില കിട്ടി, അത് ഞാനിതിലേക്ക് ഇടുന്നുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് വാങ്ങി വെക്കാം. അപ്പോൾ കറി ഞാൻ വാങ്ങുന്നതാണേ. ഇനി നമുക്ക് വറുത്തിടാം. വറുത്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ കറി റെഡിയായി. വേറെയൊന്നുമില്ല, കടുവും മുളകും മാത്രമേ വറുത്തിടുന്നുള്ളൂ. ഉള്ളിയൊന്നും വറുത്തിടുന്നില്ല ഞാൻ. ചുവന്ന മുളകും കടുവും മാത്രം. അപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞ് കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കട്ടെ. എന്നാ ചുക്കൊരു കരയിന്ന് ചോറ് തിന്നാനായില്ലല്ലോ. രാവിലെ പുട്ട് കഴിച്ചതല്ലേ. പുട്ട് കഴിച്ചിട്ട് വിശന്നാ ആന്നാ. കടുക് പൊട്ടുന്നുണ്ട്. അപ്പം ഇതാ മുളക് ഇട്ട് കൊടുത്തു. ഇനി കറിയിലേക്ക് ഞാൻ എടുത്ത് വയ്ക്കട്ടെ. ഗ്യാസ് ഓഫാക്കി. അപ്പോൾ ഇതാ നല്ല അടിപൊളി പരിപ്പ് തക്കാളി ഇട്ട് വെച്ച കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരൂ. ബായ്. ഇതാ എൻ്റെ കറി, അടിപൊളി കറി.